നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് അവിടെ നിന്ന് ഫിത്ന വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ അത് ഇറാഖിൻ്റെയും അതേപോലെ തന്നെ മദീനയുടെ കിഴക്ക് ഭാഗത്ത് നിന്ന് എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുശീറു ഇലൽ മശ്രിഖി ഫഖാല ഹാ ഇന്നൽ ഫിത്നത ഹാഹുന മിൻ ഹൈസു യത്ലുഉ ഖർനു ശൈത്താൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ കിഴക്കോട്ട് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, ഫിത്ന ഇവിടെ നിന്നാണ്, പിശാചിൻ്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുക അവിടെ നിന്നാണ്. മദീനയുടെ കിഴക്ക് ഭാഗം ഇറാഖ് അടക്കം ഉൾക്കൊള്ളുന്ന അതിനോട് സമാന്തരമായി നേരെ വരുന്ന രാഷ്ട്രങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും എന്നാണ്. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിലുള്ളത്, റഅസുൽ കുഫ്രി മിൻ ഹാഹുന മിൻ ഹൈസു യത്ലു ഖർനു ശൈത്താൻ യഅനി അൽ മശ്രിഖ്. എല്ലാ കുഫറിൻ്റെയും തല പൊന്തുന്നത് കിഴക്ക് നിന്നായിരിക്കും, അഥവാ നജിദിൻ്റെ അഥവാ ഇറാഖിൻ്റെ ഭാഗത്തു നിന്നായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. അതേപോലെ തന്നെ ഇമാം തബറാനിയുടെ മുഅ്ജമുൽ കബീറിൽ അത് ഇറാഖാണ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതിനോടടുത്ത രാജ്യങ്ങളും അതിന് നേരെ വരുന്ന മറ്റു രാജ്യങ്ങളും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ദഅ നബിയുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാഇനാ വ മുദ്ദിനാ വ ബാരിക് ലനാ ഫീ മക്കത്തിനാ വ മദീനത്തിനാ വ ബാരിക് ലനാ ഫീ ഷാമിനാ വ യമനിനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഞങ്ങളുടെ മക്കയിലും മദീനയിലും ഷാമിലും യമനിലും ഒക്കെ നീ ബർക്കത്ത് നൽകണമേ. അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, യാ നബിയല്ലാ വ ഇറാഖിന, ഇറാഖിലും എന്ന് പറയൂ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല ഇന്ന ബിഹാ ഖർന ശൈത്താൻ, പിശാചിൻ്റെ കൊമ്പ് അവിടെ നിന്നാണ് പുറപ്പെടുന്നത്. വ ഇന്നൽ ജഫാഅ ബിൽ മശ്രിഖ്, എല്ലാ നിലക്കുമുള്ള പരിക്കൻ ആദർശവും സ്വഭാവവും കിഴക്ക് നിന്നാണ് വരാൻ പോകുന്നത്. അവിടെ നിന്നാണ് നബുഹുൽ ഫിതൻ, ഫിത്തനയുടെ വ്യാപനവും അവിടെ നിന്നാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, ഇസ്ലാമിലെ അഹ്ലുസുന്നയിൽ നിന്ന് പിഴച്ചുപോയ ഗൗരവമേറിയ വ്യതിയാനമുള്ള മുഴുവൻ കക്ഷികളും പൊട്ടിപ്പുറപ്പെട്ടത് ഇറാഖിൽ നിന്നും പരിസരത്തു നിന്നുമാണ്. ഖവാരിജികൾ, ഷിയാക്കൾ, റാഫിളിയാക്കൾ, ബാത്തിനിയാക്കൾ, ഖദരിയാക്കൾ, ജഹ്മിയാക്കൾ, മുഅ്തസിലിയാക്കൾ, അതേപോലെ തന്നെ കുഫറിൻ്റെ ഒട്ടനവധി മക്കാലാത്തുകളൊക്കെ അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഹിജറ 7-ാം നൂറ്റാണ്ടിൽ മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം തകർത്ത് തരിപ്പണമാക്കിയ, ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ഒന്നടങ്കം തകർത്ത് തരിപ്പണമാക്കിയ താർത്താരികൾ വന്നിട്ടുള്ളത് മശ്രിഖിൽ നിന്നാണ്. അതേപോലെ തന്നെ നിരീശ്വരവാദത്തിൻ്റെ വക്താക്കൾ അഥവാ റഷ്യ, ചൈന പോലെയുള്ള രാഷ്ട്രങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ വിരൽ ചൂണ്ടിയിട്ടുള്ള ആ മദീനയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രങ്ങളാണ്. നമുക്കറിയാം, മില്യൺ കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ആളുകൾ അവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ മനുഷ്യരെയും അവർ കൊന്നൊടുക്കി. അതേപോലെ തന്നെ മതത്തിനെതിരിൽ ശക്തമായ പോരാട്ടം എന്നുള്ള നിലക്ക് ഉള്ള ആശയങ്ങൾ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അതേപോലെ തന്നെ മശ്രിഖിൽ നിന്നാണ് ദജ്ജാലും യഅ്ജൂജ് മഅ്ജൂജ് ഒക്കെ പുറപ്പെടുന്നത് മശ്രിഖിൽ നിന്നാണ്, കിഴക്ക് നിന്നാണ് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും.